ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ബൈനറി ഓപ്പറേഷൻസ് എന്ന പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ബൈനറി ഓപ്പറേഷൻസ് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ് എടുക്കാം. അവിടെ ഒരു ഓപ്പറേഷൻ നമുക്ക് അഡീഷൻ എടുക്കാം. നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചതുപോലെ ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു എൻ, എ പ്ലസ് ബി ബിലോങ്സ് ടു എൻ, സം ഓഫ് എനി ടു നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഓൾസോ എ നാച്ചുറൽ നമ്പർ. അപ്പോൾ ഏത് രണ്ട് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഓർഡേർഡ് പെയർ എടുക്കാം. അതായത് അപ്പം നമുക്കറിയാം ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ഒരു എലമെൻ്റ് എടുക്കുകയെന്ന് പറഞ്ഞാൽ എ ബിലോങ്സ് ടു എൻ. നമ്മൾ രണ്ട് എലമെൻ്റ് എടുക്കുകയെന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓർഡേർഡ് പെയർ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഈ ഓർഡേർഡ് പെയർ എവിടെയാണ് ഉണ്ടാവുക? എൻ ക്രോസ് എന്നിൽ. ഓക്കെ, അപ്പോൾ ഫോർ ഓൾ ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു എൻ ക്രോസ് എൻ, എ പ്ലസ് ബി ബിലോങ്സ് ടു എൻ. അപ്പോൾ ഏതൊരു ഓർഡേർഡ് പെയർ എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്ലസ് എന്നുള്ള ഓപ്പറേഷനാണ് എടുക്കുന്നുണ്ടെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്ന നമ്പർ എവിടെ ഉണ്ടാവും? നാച്ചുറൽ നമ്പർ ആയിരിക്കും. അതായത് ഏത് രണ്ട് നാച്ചുറൽ നമ്പർ എടുത്താലും അതിൻ്റെ സമ്മ് നാച്ചുറൽ നമ്പർ ആയിരിക്കും എന്നർത്ഥം. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു എവറി ഓർഡേർഡ് പെയർ ഇൻ എൻ ക്രോസ് എൻ വി ഗെറ്റ് എ യുണീക്ക് ഇമേജ് എ പ്ലസ് ബി ഇൻ എൻ. സോ പ്ലസ് ഈസ് എ ഫങ്ഷൻ ഫ്രം എൻ ക്രോസ് എൻ ടു എൻ, or plus is known as the binary operation on n. അപ്പോൾ എൻ ക്രോസ് എന്നിലുള്ള ഏതൊരു ഓർഡേർഡ് പെയറിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്കൊരു യുണീക്ക് ഇമേജ് കിട്ടും. സോ നമുക്ക് ഈ പ്ലസ് എന്ന് പറയുന്ന നമ്മുടെ ഓപ്പറേഷനെ ഒരു ഫങ്ഷൻ ആക്കി എടുക്കാം. ഫങ്ഷൻ ഫ്രം എൻ ക്രോസ് എൻ ടു എൻ. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ നാച്ചുറൽ നമ്പർ തന്നെ, പക്ഷെ നിങ്ങൾ അവിടെ ഒരു സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ എടുക്കാം. അപ്പോൾ നമ്മളൊരു ഓർഡേർഡ് പെയർ എ ബി ഫോർ എക്സാമ്പിൾ 2, 3 എടുക്കുകയാണെങ്കിൽ 2 - 3 വരും. 2 - 3 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം -1 ആണ്. അത് എവിടെ കാണില്ല? നമ്മുടെ നാച്ചുറൽ നമ്പറിൽ കാണില്ല. അപ്പോൾ ഈ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ എൻ ക്രോസ് എന്നിൽ നിന്ന് എന്നിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഓർഡേർഡ് പെയറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഇമേജ് അവിടെ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ അതൊരു ഫങ്ഷൻ ആവില്ല. അതുകൊണ്ട് തന്നെ അതൊരു ബൈനറി ഓപ്പറേഷനും ആവില്ല. ഇനി എന്നിൻ്റെ കേസിൽ, നാച്ചുറൽ നമ്പറിൻ്റെ കേസിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ എടുക്കാം. അപ്പോൾ ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു എൻ, എ ഇൻറ്റു ബി ബിലോങ്സ് ടു എൻ, ഓർ ഫോർ ഓൾ ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു എൻ ക്രോസ് എൻ, എ ഇൻറ്റു ബി ബിലോങ്സ് ടു എൻ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഏതൊരു ഓർഡേർഡ് പെയർ എൻ ക്രോസ് എന്നിൽ എടുത്തു കഴിഞ്ഞാലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് എവിടെ ഉണ്ടാവും? എന്നിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ഇൻറ്റൂനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ എന്നിൻ്റെ കൂടെ നമ്മളൊരു മറ്റൊരു ഓപ്പറേഷൻ ഡിവിഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ 1, 2, അപ്പോൾ നമുക്ക് വരാം 1/2 ആണ്. അതെവിടെ? എന്നിലുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിവിഷൻ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ എന്നാണ്, ഫങ്ഷനും അല്ല, അതൊരു ബൈനറി ഓപ്പറേഷനും അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ 6ൻ്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ പ്ലസ്, മൈനസ്, ഇൻറ്റു ഇതൊക്കെ എന്താണ്? ബൈനറി ഓപ്പറേഷൻസ് ആയിരിക്കും. അതായത് ഏതൊരു ഓർഡേർഡ് പെയർ 6ൽ എടുത്തു കഴിഞ്ഞാലും എ പ്ലസ് ബി 6ലുണ്ടാവും, അതുപോലെ എ മൈനസ് ബി 6ലുണ്ടാവും, എ ഇൻറ്റു ബി 6ലുണ്ടാവും. ഇനി ഡിവിഷൻ്റെ കേസ് ആണെങ്കിൽ r - സെറ്റ് 0 എടുത്താൽ മതി. ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ് ആണ്. r - സെറ്റ് 0ൽ എന്താണ്? ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ എന്താണ് ബൈനറി ഓപ്പറേഷൻ നോക്കാം. കൺസിഡർ എ നോൺ എംപ്റ്റി സെറ്റ് എ ആൻഡ് എൻ ഓപ്പറേഷൻ സ്റ്റാർ. നമ്മളിപ്പം പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ എന്നൊക്കെ പറയുന്ന ഓപ്പറേഷൻസ് നിരവധിയുണ്ട്. അതിനെ നമ്മൾ ജനറലായിട്ട് സ്റ്റാർ എന്ന് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാർ ഈസ് സെറ്റ് ടു ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമ്മൾ എയിലുള്ള ഏത് രണ്ട് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ സ്റ്റാർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് എവിടെ ഉണ്ടാവും? എയിലുണ്ടാവും. അല്ല എങ്കിൽ ഇങ്ങനെ പറയാം, ഫോർ ഓൾ ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു എ ക്രോസ് എ സ്റ്റാർ ബി ബിലോങ്സ് ടു എ. That is corresponding to every ordered pair AB, we get a unique element in A. So star is a function from A cross A to A. Check whether the following operations are binary. On Z is integers, define A star B is equal to A minus B. അപ്പോൾ ഞാൻ ഒരു സെറ്റ് എടുത്തു, സെറ്റ് സെഡ്. അവിടെ നമ്മുടെ എ സ്റ്റാർ ബി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എ മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ ഏത് രണ്ട് എലമെൻറ്റ് സെഡിൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ടു ഓർഡേർഡ് പെയർ എടുക്കാം, അതിൻ്റെ കറസ്പോണ്ടിങ് ഓർഡേർഡ് പെയർ എടുക്കാം.
എവിടെ ഉണ്ടോ എന്ന് നോക്കണം, സ്റ്റാർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സെഡിലുണ്ടോ എന്ന്. അപ്പോൾ നോക്കാം, എ കോമ ബി ബിലോങ്സ് ടു സെഡ്, അല്ലെങ്കിൽ ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു സെഡ് ക്രോസ് സെഡ്. എ സ്റ്റാർ ബി എന്താണ്? എ മൈനസ് ബി. അതെപ്പോഴും സെഡിലുണ്ടാവും. സെഡ് എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും 0 ഒക്കെ വരുന്നതാണ്. അതുകൊണ്ട് ഇവിടെ സ്റ്റാർ എന്താണ്? ബൈനറി ഓപ്പറേഷൻ ഓൺ സെഡ്. ഇവിടെ കണ്ടോ, എ ക്രോസ് എ ടു എ ആണ് സ്റ്റാർ. നമ്മൾ എഫ് എന്നൊക്കെ പറയുന്നത് പോലെ ഫംഗ്ഷൻ്റെ പേര് ഇവിടെ സ്റ്റാർ ആണ്. അപ്പോൾ സ്റ്റാർ ഓഫ് എ ബി എന്ത് വരും? എ സ്റ്റാർ ബി. ഈ സ്റ്റാർ ഓഫ് എ ബി എന്ന് പറയുന്നതാണ് നമ്മൾ എ സ്റ്റാർ ബി ആയിട്ട് എലമെൻ്റ് ആയിട്ട് കിട്ടുന്നത്. ഈ സ്റ്റാർ ഓഫ് എ ബി എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം എഫ് ഓഫ് എ ബി എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ സിമ്പിൾ നമ്മൾ എ സ്റ്റാർ ബിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓൺ ക്യൂ ഡിഫൈൻ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ ബി ബൈ 2. അപ്പോൾ ഇത് ബൈനറി ഓപ്പറേഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊരു ഓർഡേർഡ് പെയർ എ ബി ഇൻ ക്യൂവിൽ എടുത്തു കഴിഞ്ഞാലും എ സ്റ്റാർ ബി എന്താണ്? എ ബി ബൈ 2 ആണ്. എ ബി ബൈ 2 എന്ന് പറയുന്നത് എന്തായാലും റാഷണൽ നമ്പർ തന്നെയാണ്. അപ്പോൾ അതെവിടെ കാണും? ക്യൂവിൽ. അപ്പോൾ സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഇൻ ഓൺ ക്യൂ. അടുത്തത്, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് n എടുക്കാം, നാച്ചുറൽ നമ്പർ. അവിടെ അഡീഷൻ എന്നുള്ള പ്രോപ്പർട്ടി എടുക്കാം. നമുക്കറിയാം 2 + 3 = 3 + 2 ആയിരിക്കും. 4 + 5 = 5 + 4 അല്ലേ? ദാറ്റ് ഈസ് ഫോർ ഓൾ a, b belongs to n, a + b is always equal to b + a. So plus is commutative on n എന്ന് പറയും. അപ്പോൾ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി? നമുക്ക് ജനറൽ ആയിട്ട് പറയാം, എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ ഈസ് സെറ്റ് ടു ബി കമ്മ്യൂട്ടേറ്റീവ് ഇഫ് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു എ. അപ്പോൾ നമുക്ക് സെറ്റ് എ ആണ്, അവിടെ പറയുന്ന ഓപ്പറേഷൻ സ്റ്റാർ ആണ്. അപ്പോൾ എയിലുള്ള ഏത് 2 എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാർ എന്താണെന്ന് പറയും? കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ. ഇനി ആറിൻ്റെ കൂടെ നമുക്കൊരു മൈനസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എടുക്കാം. അപ്പം നമുക്കറിയാം 2 - 3 എന്താണ്? -1. 3 - 2 എന്താണ്? 1. അപ്പോൾ 2 2 ആണ് അല്ലേ? സോ സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഓൺ ആർ. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ ഈസ് സെറ്റ് ടു ബി അസോസിയേറ്റീവ് ഇഫ് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ഫോർ ഓൾ എ ബി സി ബിലോങ്സ് ടു എ. നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചതുപോലെ ഇപ്പോൾ 2 + 3 + 4 കാണാൻ പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ 2 + 3 കണ്ടിട്ട് 4 ആഡ് ചെയ്യും, അല്ലെങ്കിൽ 2നോടൊപ്പം ആദ്യം നമ്മൾ 3 + 4 കാണും, എന്നിട്ട് 2 ആഡ് ചെയ്യും. എങ്ങനെ ആഡ് ചെയ്താലും സെയിം ആൻസറാണ് വരിക അല്ലേ? ഈ 2 വിധത്തിലാണ് നമ്മൾ ചെയ്യുക. ഒന്നുകിൽ 2 + 3 + 4 കാണും, അല്ലെങ്കിൽ 2 + 3 കണ്ടിട്ട് +4 കൊടുക്കും. ഇത് രണ്ടും ഈക്വൽ ആവും. അങ്ങനെ എല്ലാ എലമെൻസിനും ഏത് 3 എലമെൻറ്റ്സ് എയിൽ എടുത്തു കഴിഞ്ഞാലും സെയിം ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അസോസിയേറ്റീവ് ആണ്. അപ്പോൾ ജനറലായിട്ട് എന്ത് പറയാം? എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ ഈസ് സെറ്റ് ടു ബി അസോസിയേറ്റീവ് ഇഫ് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ഈ സ്റ്റാറിന് പ്ലസ് കൊടുത്തതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അടുത്ത എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻ്റ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ കണ്ടീഷൻ നോക്കാം. നമുക്കറിയാവുന്ന ഒരു സെറ്റ് ഞാൻ എടുക്കുകയാണ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആൻഡ് ആൻ ഓപ്പറേഷൻ പ്ലസ്. ദെൻ ഫോർ ഓൾ എ ബിലോങ്സ് ടു ആർ, എ + 0 ഈസ് ഈക്വൽ ടു 0 + എ ഈസ് ഈക്വൽ ടു എ അല്ലേ? റിയൽ നമ്പറിൽ നമുക്കറിയാം ഏതൊരു നമ്പറിനോടും 0 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം നമ്പർ തന്നെയാണ് അവിടെ കിട്ടുക, ഒരു മാറ്റവും വരില്ല. ഇപ്പോൾ 2 + 0 ഈക്വൽ ടു 0 + 2 ഈക്വൽ ടു 2. 3 + 0 ഈക്വൽ ടു 0 + 3 ഈക്വൽ ടു 3. കണ്ടോ? ആ രീതിയിൽ വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? 0ന് ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയും. എക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല. എക്ക് അതിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്താൻ പറ്റുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ എ + 0 ഈസ് ഈക്വൽ ടു 0 + എ ഈസ് ഈക്വൽ ടു എ ആണെങ്കിൽ 0നെ നമ്മൾ എവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് പറയും? ആറിലെ അണ്ടർ ദ ഓപ്പറേഷൻ പ്ലസ്. ഓക്കെ. ഇനി ഇതിൻ്റെ ഡെഫിനിഷനിലേക്ക് വരാം. കൺസിഡർ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ. ദെൻ ഫോർ ഓൾ എ ഇൻ എ, എല്ലാ എ ഇൻ എക്കും കറസ്പോണ്ടിങ് ആയിട്ട് ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് ഇ ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എ. ദെൻ ഇ ഈസ് നോൺ ആസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് എ അണ്ടർ ദ ഓപ്പറേഷൻ സ്റ്റാർ. Okay, now consider the set R with the operation multiplication. R multiplication. അപ്പം നമുക്കറിയാം, അവിടെ ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ, ഏതൊരു എലമെൻറ്റിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം എലമെൻറ്റ് നമുക്ക് കിട്ടും അല്ലേ? 1 × 2 എത്ര? 2.
അതുപോലെ 3 ആണെങ്കിലും 1 × 3 3 ആ രീതിയിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ എ എന്ന് പറയുന്ന എലമെൻറ്റ് ആറിലാണെങ്കിൽ എ × 1 = 1 × a = a for all a belongs to R. അപ്പോൾ ഈ 1നെ നമ്മൾ എന്ത് പറയും? ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് R അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, കൺസിഡർ ദ ഓപ്പറേഷൻ ടേബിൾ ഓൺ എ. ഇതിനെയാണ് നമ്മൾ ഓപ്പറേഷൻ ടേബിൾ എന്ന് പറയുന്നത്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ആൻഡ് സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഞാൻ ഇവിടെ കൊടുത്തു. ഇവിടെ സെറ്റിലുള്ള എലമെൻറ്റ്സ് ഇതാ, ഇവിടെ എഴുതുക, ഇവിടെ എഴുതുക. 1 2 3 ആണ്, അതുപോലെ 1 2 3. ഇനി നമുക്കറിയാം നമ്മൾ ബൈനറി ഓപ്പറേഷൻ എവിടുന്ന് എവിടത്തേക്കാണ്? എ ക്രോസ് എയിൽ നിന്ന് എയിലേക്ക്. അപ്പോൾ നോക്കിക്കേ, ഈ 1 2 3 എന്ന് പറയുമ്പോൾ എ ക്രോസ് എ എന്തൊക്കെയാണ് അവരാ? ഓർഡേഡ് പെയർ 1 1 1 2 1 3. ഇത് കണ്ടോ, അതാ 1 1 ഒരു പെയർ, 1 2 1 3. അതിൻ്റെ റിസൾട്ട് ഇതിന് ഇങ്ങനെ എഴുതിയാൽ മതി. ഇപ്പോൾ 2 1 എന്നാണെങ്കിൽ 2 1, അതിൻ്റെ ആൻസറാണ് ഇവിടെ 2 2. അപ്പോൾ 2 സ്റ്റാർ 2 2 3, അതായത് 2 സ്റ്റാർ 3 ഈ കോളം. അങ്ങനെ നമുക്ക് ഇത് കണ്ട് ഈ 9 കോളംസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രോസ് പ്രോഡക്റ്റുള്ള എലമെൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ആൻസർ എഴുതാനുള്ള കോളമാണ്. അപ്പം നമുക്കറിയാം ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ ഈ വരുന്ന ഈ 9 സ്പേസിലും എന്തേ വരാൻ പാടുള്ളൂ? 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ ബൈനറി ഓപ്പറേഷൻ ആവില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം, ഇവിടെ ചില പ്രത്യേകത കാണാം. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു 1 2 3, ഇവിടെയും 1 2 3 കാണാം. അതേപോലെ ഇവിടെ ഒരു 1 2 3 കാണാം. അപ്പം ഞാൻ ആ കോളത്തിൻ്റെ പ്രത്യേകത മാത്രം നോക്കുകയാണ്. അതിനർത്ഥം എന്താണ്? 1 സ്റ്റാർ 2 ഈസ് ഈക്വൽ ടു 1. ഇത് 2 സ്റ്റാർ 2 ഈസ് ഈക്വൽ ടു 2. 3 സ്റ്റാർ 2 ഈസ് ഈക്വൽ ടു 3. അതിൻ്റെ എന്താ പ്രത്യേകത നോക്കൂ. 1 സ്റ്റാർ 2 1, 2 സ്റ്റാർ 2 2, 3 സ്റ്റാർ 2 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ സ്റ്റാർ 2 ഈസ് ഈക്വൽ ടു 2 സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എ എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് 2 എന്നർത്ഥം. തിരിച്ചും നോക്കണം. ഇവിടെ നോക്കൂ നിങ്ങൾ, 1 സ്റ്റാർ 2 1, 2 സ്റ്റാർ 1 1. ഓക്കെ, 2 സ്റ്റാർ 2 2, അടുത്തത് 3 സ്റ്റാർ 2 3, പിന്നെ 2 സ്റ്റാർ 3 3. അപ്പോൾ ഇത് 1 2 3 ഇതിന് പാരലായിട്ട് ഇവിടെ 1 2 3 1 2 3 ഇതിന് പാരലായിട്ട് ഒരു 1 2 3. അപ്പോൾ 2 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. ഇത് പെട്ടെന്ന് ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ വരുന്ന ടേബിളിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കണം? നമ്മുടെ സെറ്റ് എയിലുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ അത് ബൈനറി ഓപ്പറേഷൻ ആവുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചു. ഇ എന്ന് പറയുന്ന എലമെൻ്റ് ഐഡൻറ്റിറ്റി ആണെങ്കിൽ എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എ. ഇനി ഇൻവേഴ്സ് നോക്കാം നമുക്ക്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സെറ്റ് എടുക്കുകയാണ്, 6 റിയൽ നമ്പറും അഡീഷനും. അപ്പോൾ നമുക്കറിയാം ഇ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്തായിരുന്നു? 0. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് എ ഈസ് ഈക്വൽ ടു എ. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താണ്? 0. ഇനി നമ്മൾ എ വീണ്ടും എടുക്കുകയാണ് 6ൽ. അപ്പോൾ എനോട് ഏത് എലമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി, അതായത് 0 കിട്ടുക? എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു മൈനസ് എ പ്ലസ് എ ഈസ് ഈക്വൽ ടു 0. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മൈനസ് എ ഈസ് നോൺ ആസ് ദ ഇൻവേഴ്സ് ഓഫ് എ. ഫോർ എക്സാമ്പിൾ 2 പ്ലസ് മൈനസ് 2 ഈക്വൽ ടു -2 + 2 = 0. സോ -2 ഈസ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറയും. ഓക്കെ, അന്ന് മൾട്ടിപ്ലിക്കേഷൻ ആണ് എടുക്കുന്നുണ്ടെങ്കിലോ നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് 1 ആണ് അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് അല്ലേ. ദെൻ ഫോർ ഓൾ എ നോട്ട് ഈക്വൽ ടു 0 ദർ എക്സിസ്റ്റ് 1/a such that a into 1/a is equal to 1/a into a is equal to 1. അപ്പോൾ നമ്മുടെ ഇൻവേഴ്സ് ഓഫ് എ എന്താണ്? 1/a. 1/a എ 0 ആകുമ്പോൾ നോട്ട് ഡിഫൈൻഡ് ആയിപ്പോൾ, അതുകൊണ്ടാണ് എ നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുത്തത്. ഓക്കെ, അപ്പോൾ 0ന് എന്തുണ്ടാവില്ല? നമ്മുടെ റിയൽ നമ്പർ എടുക്കുകയാണെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടാവില്ല എന്നർത്ഥം. കൺസിഡർ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ and let e denote the identity element of a under the operation star. Then b is known as the inverse element of a if a star b is equal to b star a is equal to e. അപ്പോൾ ഇത് ചില എലമെൻറ്റിന് ഇൻവേഴ്സ് ഉണ്ടാവാം, ചിലതിന് ഇല്ലാതിരിക്കാം. അപ്പോൾ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന കേസിൽ, ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉള്ള കേസിൽ നമുക്കതിൻ്റെ ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് റിസൾട്ടായിട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. കണ്ടോ, എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ഈസ് ഈക്വൽ ടു ഇ. ഐഡൻറ്റിറ്റി എലമെൻ്റാണ് റിസൾട്ടായിട്ട് കിട്ടേണ്ടത്. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ,
Given A is equal to set A, B, C and star is a binary operation on A. Consider the operation table. ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഓപ്പറേഷൻ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ ടേബിൾ ബൈനറി അല്ലേ എന്നൊന്ന് കൺഫേം ആക്കാം നമുക്കിത്. ഈ 9 സ്പേസിൽ എന്തുണ്ട്? നമ്മുടെ ABC അല്ലാത്ത വേറെ എലമെൻ്റ് ഏതെങ്കിലും ഉണ്ടോ നോക്കൂ. ഇല്ല. ഓക്കെ, അപ്പോൾ അതിനർത്ഥം ഇതെന്താണ്? ഇത് ബൈനറി ഓപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇവിടെ ചില പ്രത്യേകത കണ്ടോ? എന്താ? ABC ആണ് നമ്മുടെ ഫസ്റ്റ് കോളത്തിൽ, ഇവിടെയും ABC. ഇനി ലാസ്റ്റ് റോ നോക്കൂ, ABC. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ആരാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്? C. വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്തോളൂ. ഇത് A സ്റ്റാർ C ഈസ് ഈക്വൽ ടു A. അടുത്തത് B സ്റ്റാർ C ഈസ് ഈക്വൽ ടു B. അടുത്തത് C സ്റ്റാർ C ഈസ് ഈക്വൽ ടു C. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഏതാണ്? C. അപ്പോൾ C ആണ് ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എയുടെ ഇൻവേഴ്സ് B ആണെങ്കിൽ A സ്റ്റാർ B എന്തായിരിക്കണം? നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് C. അപ്പോൾ നോക്കൂ, എവിടെയെങ്കിലും C വരുന്നു? ഓക്കെ, ഇവിടെ C കാണുന്നുണ്ട്. അപ്പോൾ A സ്റ്റാർ A ഈസ് ഈക്വൽ ടു C. അതിനർത്ഥം എന്താണ്? ഇൻവേഴ്സ് ഓഫ് A ഈസ് A. ഇനി നോക്കൂ, വേറെ ഇവിടെ ഉണ്ട് C, അതായത് B സ്റ്റാർ B ഈസ് ഈക്വൽ ടു C. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് B എന്താണ്? B. C സ്റ്റാർ C എന്ന് പറഞ്ഞാൽ സിയുടെ ഇൻവേഴ്സ് എന്താണ്? C. ഇതാണ് വരുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്കറിയാം ഈ 9 വേക്കൻറ്റ് പ്ലേസസിൽ നമ്മളിപ്പോൾ ഈ രീതിയിൽ അറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ബൈനറി ഓപ്പറേഷൻ കിട്ടി. ഇനി ഇവിടെ C തന്നെ വരണം നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് എലമെൻറ്റ് ഇവിടെ C ആയിട്ട് കൊടുക്കാം, അല്ലെ കംപ്ലീറ്റ് എലമെൻറ്റ് A ആയിട്ട് കൊടുക്കാം. എങ്കിലും അതൊരു ബൈനറി ഓപ്പറേഷനാണ്. അപ്പോൾ എത്ര ബൈനറി ഓപ്പറേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ ഈ കോളം ഫില്ല് ചെയ്യാൻ നമുക്ക് A യൂസ് ചെയ്യാം, B യൂസ് ചെയ്യാം, C യൂസ് ചെയ്യാം. അതേപോലെ നെക്സ്റ്റ് കോളവും ഒക്കെ. അപ്പോൾ വി ക്യാൻ ഫിൽ ദ വേക്കൻറ്റ് പ്ലേസസ് ഇൻ 3 ways. എല്ലാ വേക്കൻറ്റ് പ്ലേസസും 3 ways ഫില്ല് ചെയ്യാം ബൈ യൂസിങ് A or B or C. ഓക്കെ, അപ്പോൾ നമുക്കിത് ടോട്ടൽ ഇതെല്ലാം ഫില്ല് ചെയ്യാൻ എത്ര വിധത്തിൽ ഫില്ല് ചെയ്യാൻ പറ്റും? നമ്മൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പഠിച്ചിട്ടുണ്ട്. ഇഫ് എൻ ഓപ്പറേഷൻ ക്യാൻ ബി പെർഫോംഡ് ഇൻ M ways ആൻഡ് അനദർ ഓപ്പറേഷൻ ക്യാൻ ബി പെർഫോംഡ് ഇൻ N ways, then those two operations can be performed in Mn different ways. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. അപ്പോൾ ഈ 9 പ്ലേസും നമുക്ക് എത്ര വിധത്തിൽ ഫില്ല് ചെയ്യാം? 3 × 3 × etc. 9 times, അതായത് 3 raised to 9 times. ഈ 3 എന്ന് പറയുന്നത് നമുക്കറിയാം എയിലുള്ള എലമെൻസിൻ്റെ എണ്ണാണ്, അല്ലേ? N of A ആണ്. അപ്പോൾ N of A 3 ആണെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് എന്താണ്? 3 raised to 9, അതായത് 3 raised to 3 square. നമുക്കറിയാം നമ്മുടെ എയിൽ 4 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ 4/4 കോളം, അല്ലേ? അപ്പോൾ 4 × 4 16 സ്പേസസ് നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമുക്ക് എത്ര ഓരോ കോളവും അല്ലെ ഓരോ സ്പേസും നമുക്ക് എത്ര വിധത്തിൽ ഫില്ല് ചെയ്യാം? 4 ways. അപ്പോൾ 4 × 4 × etc. 16, ദാറ്റ് ഈസ് 4 raised to 16 or 4 raised to 4 raised to 2. അപ്പോൾ നമുക്ക് N raised to N square എന്ന് വരും. Nൻ്റെ പ്രത്യേകത ഉണ്ട്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് A. ഓക്കെ, അപ്പോൾ ഇഫ് N of A is equal to N, then the number of binary operations that can be defined on A is N raised to N square. ഓക്കെ, ഈ തിയറി പാർട്ടൊക്കെ നന്നായിട്ട് പഠിക്കാം കേട്ടോ.